ഏട്ടൻ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിൽ പറഞ്ഞിരിക്കുന്നത് രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥാപാത്രം മാത്രമാണ്, ഒരു കഥയിലത്തെ ഒരാൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ എവിടെയാണ് ജന്മദേശം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു കാര്യം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ്. സെയിം ഇതേപോലെ തന്നെയാണ് എല്ലാ മതങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ എല്ലാ ദൈവങ്ങളെക്കുറിച്ചും ആൾ പറയുന്നത്. ഇപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചായാലും അതുപോലെ മുഹമ്മദ് നബീനെ കുറിച്ചായാലും ആൾ പറയുന്നത് ഇതുപോലെ തന്നെയാണ്. നോക്കൂ, ഇതൊരു സ്ട്രാറ്റജിയാണ്. നമ്മൾ എന്തിനേയും അന്ധമായി എതിർക്കുക. ഓക്കെ, എന്തിനേയും അന്ധമായി എതിർത്താല് നമ്മൾക്കൊരു മൈലേജ് കിട്ടും. കാരണം വെച്ചാല് നമ്മൾ ഒരു സാധനത്തിനെ എതിർക്കുമ്പോൾ എതിർക്കുന്ന ആളിനാണ്, അതായത് ഈ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാണ് ബാധ്യത അതിനെ തെളിയിക്കേണ്ടത്. എതിർക്കുന്ന ആൾക്കൊരു ബാധ്യതയില്ല. ഉദാഹരണത്തിന് ദൈവത്തിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞു. ഇപ്പൊ ശ്രീരാമൻ ജനിച്ചിട്ടില്ല. ഇപ്പൊ ശ്രീരാമൻ ജനിച്ചിട്ടില്ല, ശ്രീരാമൻ മിത്താണ്, ശ്രീരാമൻ കഥാപാത്രമാണ്, ഇല്ലെങ്കിൽ യേശുക്രിസ്തു കഥാപാത്രമാണ്, മുഹമ്മദ് നബി കഥാപാത്രമാണെന്നല്ല നമ്മൾ പറയുമ്പോൾ അത് എല്ലാ ഇന്ന് തെളിയിക്കേണ്ടത് അപ്പുറത്തുള്ള ഭക്തനായ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും കടമയായി മാറി. അവനെന്ത് ചെയ്യും? അവൻ ഗ്രന്ഥങ്ങൾ എടുത്തുകൊണ്ടിരും. ഇപ്പൊ ഗ്രന്ഥങ്ങൾ എടുത്താൽ ഇവർ പറയും ഗ്രന്ഥങ്ങൾ ആർക്കും എഴുതാലോ. അവര് വേറെ എന്തെങ്കിലും തെളിവെടുത്തുകൊണ്ടിരും. ആ തെളിവ് അയാളുടെ ജനനത്തിന് ഇതല്ലല്ലോ, അത് അന്നത്തെ ഭക്തന്മാരുണ്ടാക്കിയായിരിക്കില്ലേ. അപ്പൊ അന്ന് അവരെ പറ്റിച്ചു, ഇന്ന് നിങ്ങളെ പറ്റിക്കുന്നു എന്ന വാദം കൊണ്ടുവരും. ഇതാണ് ഈ തിയറിയുടെ ഒരു ഗുണം. ഇതാണ് ഇവർ വെറുതെ, ഇത് ആർക്കും എടുത്ത് ഉപയോഗിക്കുക, ഒരു ബുദ്ധിയില്ലാത്ത ആൾക്കും എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ തിയറിയാണ് അന്ധമായി എതിർക്കുക. ഇത് നല്ലതാണ്, അത് മോശമാണ്. ഓക്കെ, ഇത് അയാളുടെ കടമയല്ലേ. ജസ്റ്റ് ഒരു ആരോപണം അങ്ങ് ഉന്നയിച്ചു വിടുക. അതായത് അത് പിന്നെ അത് തെറ്റായ കാര്യമാണ്, അത് ഉണ്ടായതല്ല, അത് തട്ടിപ്പാണ്. അതാണ് ഈ സോഷ്യൽ മീഡിയയിലെ നമ്മുടെ നാട്ടിലെ യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകാരും ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ എടുത്ത് ഉപയോഗിക്കുന്നത്. അവർക്ക് എതിർത്താൽ മാത്രം മതിയല്ലോ, തെളിയിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഉത്തരവാദിത്വം ഇല്ലാതെ മാത്രമേ തെളിയിക്കാൻ പറ്റൂ, അല്ലേ? ആ തെളിയിക്കേണ്ട ബാധ്യത അവർക്കായി. അപ്പൊ എത്ര അവർ തെളിവ് വിടുന്നു അതിനൊക്കെ എതിർക്കുക, അന്ധമായി എതിർക്കുക. അപ്പൊ ഇവര് എതിർക്കുന്നത് കൊണ്ട് ഈ സാധനങ്ങളൊന്നും ഈ ദൈവങ്ങളൊന്നും ഇല്ലായിരുന്നു, ഈ മനുഷ്യന്മാരൊന്നും ജീവിച്ചില്ലായിരുന്നു എന്ന് പറയാൻ പറ്റൂലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, താങ്കളുടെ 5 തലമുറക്കപ്പുറം ഒരു മുത്തശ്ശൻ ഉണ്ടാവുമല്ലോ, ആ മുത്തശ്ശൻ ഇന്ന ആളായിരുന്നു എന്ന് ഇന്നത്തെ സയൻസ് വെച്ച് നിങ്ങൾ എങ്ങനെ തെളിയിക്കും? അതിപ്പോ 5 തലമുറക്കപ്പുറം എന്നൊക്കെ പറയുമ്പോ അമ്മമ്മയ്ക്ക് അറിയായിരിക്കുമല്ലോ ആരാന്ന്. അത് പറയുന്നല്ലേ, ആളുകൾക്ക് എന്ത് പറയാലോ. അതിനല്ലേ ഇപ്പോഴും നടക്കുന്നത്. 10,000 വർഷം പഴക്കമുള്ള ശ്രീരാമനെ പറ്റിയിട്ടും 1500 വർഷം പഴക്കമുള്ള മുഹമ്മദ് നബീനെ പറ്റിയിട്ട് 2000 വർഷം പഴക്കമുള്ള ക്രിസ്തുവിനെ പറ്റിയിട്ടൊക്കെ ആളുകൾ പറഞ്ഞ് വാമൊഴിയാൽ വന്ന കാര്യങ്ങളാണല്ലോ ഇപ്പം മതമായി വരുന്നത്. അത് എങ്ങനെ കൺസിഡർ ചെയ്യും? ആർക്കും വാമൊഴി ആർക്കും എന്തും പറയാലോ. ഇപ്പൊ ഞാൻ പറയില്ല ഞാൻ ദൈവമായിരുന്നു എന്ന്, അപ്പൊ എന്ത് ചെയ്യും? ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പിന്നെ അവര് പ്രൂഫ് അല്ലേ കിട്ടുക. അന്ന് ആ കഥകളിലെ പ്രൂഫ്സ് ആണ് അവരെടുത്തുകൊണ്ടിരുക. അന്ന് അമ്പലത്തിൽ ഇന്ന പൂജിച്ചിരുന്നു, അതിനർത്ഥം ദൈവമായിരുന്നു എന്നല്ലല്ലോ. മാനുസ്ക്രിപ്റ്റ്സ് ഉണ്ടാവുമല്ലോ, അതിനർത്ഥം ദൈവമായിരുന്നു എങ്ങനെ പറയാ? മാനുസ്ക്രിപ്റ്റ് ആർക്കും ഒന്ന് എഴുതിക്കൂടെ? ഇന്നത്തെ ബുക്ക് കുറെ കാലം കഴിഞ്ഞിട്ട് കിട്ടിയാൽ അത് ഇന്നത്തെ മാനുസ്ക്രിപ്റ്റ് ആയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആരൊക്കെ ഫോട്ടോസ് ഉണ്ടാക്കും, അതെ, എന്ത് ചെയ്യും? അതൊരു തെളിവായിട്ട് എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെയാണ് എതിർവാദം ഉന്നയിക്കുക. മനസ്സിലായോ? നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല, നിങ്ങൾ സൈഡ് ലൈനായി. അതുകൊണ്ടാണല്ലോ ഇതിന് വിശ്വാസം എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ സയന്റിഫിക്കിന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ സയൻസിന്റെ പോരായ്മ, അതായത് സയൻസിന് തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ട് അതില്ല, അത് മിത്താണ്, അത് തട്ടിപ്പാണ് എന്ന് അങ്ങനെ അടിച്ചു വിടുകയാണ്. അതന്നെ, അതെ, സയൻസിന്റെ പോരായ്മയല്ലത്. അവർക്കെല്ലാം തെളിയിക്കാം, അവരല്ലേ തെളിയിക്കേണ്ടത്. അതുകൊണ്ട് അതിനെ മിത്താണെന്ന് പറഞ്ഞ് ഇതാക്കുക. ഇതിനാണ് മനുഷ്യന് മതം അല്ലെങ്കിൽ ദൈവം, ദൈവവിശ്വാസം എന്നൊക്കെ അറിയാത്തത് കൊണ്ടാണ് ഇവരൊക്കെ ഇതൊക്കെ പറഞ്ഞു നടക്കുന്നത്. പറയാം.